ഞാനാ നിതീഷ. എന്താ നിതീഷേ, എന്താ പ്രശ്നം? നമ്മുടെ ശ്യാമിൻ്റെ ലൈൻ പൊട്ടി. അർജു അവനെ കളിയാക്കി. ഇവിടെ ആകെ സീനാ. ചേട്ടൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ശരിയാക്ക്. ഞാനിപ്പോൾ ഒരാളെ കാണാൻ വേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ അതിലേ വരാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ്. എന്തിട്ടാടാ നാണായില്ലേ? എന്നിട്ടാലും ഉണ്ടായേ എല്ലാം പോയി ഹരിയേട്ടാ. നീ ടെൻഷൻ അടിക്കണ്ട. എന്താ കാര്യം പറയേ. എൻ്റെ ഹരിയേട്ടാ, ഞങ്ങൾ അപ്പളേ പറഞ്ഞാണ് ഇവനോട് അപ്പം പോയി ഇഷ്ടമെന്ന് പറയണ്ടെന്ന്. ഇവ ഓടിപ്പോയി അവളുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. അവൾ അതേപോലെ തന്നെ ഇവൻ്റെ അടുത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവൾ അങ്ങോട്ട് പോയി. ഇതിപ്പോൾ അവൻ എന്താ കട്ട സുഖമായിട്ടിരിക്കണി. എനിക്കതല്ലേട്ട വിഷമം. അവൻ കളിയാക്കുന്നുണ്ടോ? ആര്? ഈ അർജുൻ. അവൻ്റെ ലൈൻ പൊളിയട്ടെ, അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉപദേശിക്കാന്ന് കരുതരുത്. എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. ഫ്രണ്ട്സുകൾ തമ്മിൽ പരസ്പരം കളിയാക്കലൊക്കെ ഉണ്ടാവും. പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകരുത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സുകൾ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കുണ്ടായിരുന്നു ഈ ലൈനൊക്കെ. പിന്നെ അതെങ്ങനെയൊക്കെയോ പോയി. പിന്നെ ആദ്യം സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുള്ളവർ ഈ ഭൂമിയിൽ ചുരുക്കം കുറച്ച് ആൾക്കാരുണ്ടായിരുള്ളൂ. അത് ശരിയാ. എൻ്റെ കാര്യം നിങ്ങൾക്കറിയോ? ജീവിതത്തിൽ ആഗ്രഹങ്ങളാണ് വലുത്. ആഗ്രഹങ്ങളുള്ളവർക്ക് ജീവിക്കാനുള്ള മനസ്സുണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവണം, അത് നിറവേറ്റാനുള്ള കഠിനാധ്വാനം ഉണ്ടാകണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പണ്ടൊക്കെ ഞാൻ സൈക്കിളിലാണ് അവളെ കാണാൻ പോയിരുന്നത്. അവളുടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി കുതിച്ചുണ്ട്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അഭിച്ചാരൻ്റെ ബൈക്ക് കിട്ടിയത്. ആ ബൈക്ക് എടുത്ത് ഞാൻ അവളെ കാണാൻ പോയപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഈ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ എന്തുണ്ടായാലും അതെനിക്കൊരു പ്രശ്നമില്ലെന്ന്. ആഗ്രഹങ്ങൾക്ക് ദൈവം കൂട്ടു നിൽക്കുന്നൊരു കാലം ഉണ്ടെങ്കിൽ എൻ്റെ വലം കൈയിൽ അവളുടെ ഇടം കൈ ഉണ്ടായിരിക്കും. അന്ന് ഞാൻ വിചാരിച്ചു ജോലിക്ക് പോയിട്ട് ഒരു ബൈക്ക് വാങ്ങണമെന്ന്. ഒരു കൊല്ലമാകുമ്പോഴേക്കും ഞാനത് വാങ്ങി. പിന്നെ എനിക്ക് ബോംബെക്ക് പോകേണ്ടി വന്നു, കൂടുതൽ ശമ്പളം കിട്ടുന്നൊരു ജോലിക്ക്. ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ഞാൻ അവളെ കാണാൻ പോയി, എൻ്റെ സ്വന്തം ബൈക്ക്. അവിടെയും കാത്ത് ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഞാനൊരു വഴി കണ്ടിരുന്നു. ആദ്യമൊന്നും മടിച്ചെങ്കിലും അവളത് വാങ്ങി. അവളത് വായിച്ചു നോക്കും. എൻ്റേതാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അവിടെ നിന്ന് പോയി. ഞാൻ കൊടുത്ത ഡയറിയിൽ എൻ്റെ ഇല്ലായ്മകളും കുറവുകളും ആഗ്രഹങ്ങളും പിന്നെ അവളോടുള്ള ഇഷ്ടവും അവൾക്ക് കേൾക്കാനുള്ളതും എനിക്ക് പറയാനുള്ളതും എല്ലാം അതിലുണ്ടായിരുന്നു. ഇനി തീരുമാനിക്കേണ്ടത് ഷഹാനയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നമ്മളൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ തന്നെ അവളെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ വിഷമം അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. പിന്നെ നമ്മളൊരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് വിചാരിക്കും. അവളെ മിനിമം പോറ്റാനുള്ളൊരു ജോലിയെങ്കിലും നമുക്ക് വേണ്ടതാണ്. എന്നിട്ട് വേണം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുക. സ്വയം നിങ്ങൾ ചിന്തിക്കുക. ഇതെല്ലാം നേടിയ എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇന്ന് എന്നെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഷഹാനയെ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു, അവളോടത് പറയാൻ. എന്നിട്ട് ചേട്ടാ അത് പറഞ്ഞോ? ഷഹാന, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു ഡയറി തന്നിരുന്നു. താനത് കൊണ്ടുപോയി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളതും തനിക്ക് കേൾക്കാനുള്ള എല്ലാ ഇതിലും ഉണ്ടായിരുന്നു.
ഈ ജാതി മതമെല്ലാം മനുഷ്യരുണ്ടാക്കിയുള്ള ഒരു ജിന്നാണ്. തനിക്കതൊരു പ്രശ്നമാവില്ലെങ്കിൽ എൻ്റെ കൂടെ വരും. എന്നിട്ടും അവൾ ഇഷ്ടമല്ല പറയണമെങ്കിൽ പോട്ടെന്ന് വെക്കണം. എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ബൈക്ക്, കാർ എല്ലാം ഉണ്ട്. പിന്നെന്താ കുഴപ്പം? അപ്പം ഞാൻ പോട്ടെ. ഇനി നിങ്ങളുടെ പിണക്കം കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ആ കാര്യം പറഞ്ഞ് ഇനി പിണങ്ങാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഹരിയേട്ടാ ഷഹനജ് എന്ത് പറഞ്ഞു?